നമ്മളെ വീടിന് ഓപ്പോസിറ്റ് അന്യായമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഒരു സിമെൻറ്റ് കട്ട കമ്പനി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കൊടുത്തു. അത് പണ്ട് അവിടെ പൂട്ടിപ്പോയ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഓപ്പറേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പുതിയതായിട്ട് തുടങ്ങിയ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്തത്. പൊടിയും സൗണ്ടും വണ്ടി വരുമ്പം ഭയങ്കര, എൻ്റെ വീട്ടിന് ഭയങ്കര കുടുക്കും. അതുകൊണ്ട് എൻ്റെ വീട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. 2011 നിയമപ്രകാരം 25 മീറ്ററിന് ചുറ്റളവിൽ വീടുകളുണ്ടെങ്കിൽ ഇത്തരം കമ്പനികൾ അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. 2011 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പുതിയ നിയമപ്രകാരം തുടങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാം. അപ്പോൾ പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി പറയണതെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് കോടതി പോയി സ്റ്റേ മേടിക്കുക. ഇത്രയും രോഗികളായ നമുക്ക് അവിടെ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും ഇവിടെ വന്ന് കിടക്കണ താല്പര്യമില്ലല്ലോ. അവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. നമസ്കാരം. സ്വന്തം വീടിനടുത്ത് കട്ടക്കമ്പനി പ്രവർത്തിക്കുന്നത് മൂലം സ്വൈര്യ ജീവിതം നയിക്കാൻ സാധിക്കാതെ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായ അസീമും ഉമ്മയും. എന്തായാലും അവരിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു കസേരയും ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് വിഷയം? എന്താണ്? ഞങ്ങളുടെ വീട് അലൈമൺ പഞ്ചായത്തിൽ കടവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അഞ്ചൽ. അപ്പം നമ്മളെ വീടിന് ഓപ്പോസിറ്റ് അന്യായമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഒരു സിമെൻറ്റ് കട്ട കമ്പനി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കൊടുത്തു. അത് പണ്ട് അവിടെ പൂട്ടിപ്പോയ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഓപ്പറേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പുതിയതായിട്ട് തുടങ്ങിയ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ്, ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, പുതിയതായിട്ട് തുടങ്ങിയ പുതിയ നിയമപ്രകാരം മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി അത് കൊടുക്കാതെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പഴയ കമ്പനിയുണ്ട്, അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഓപ്പറേറ്റ് ഉപയോഗിച്ചിട്ട് പുതിയ കമ്പനിക്ക് ലൈസൻസ് കൊടുത്തു. ആ പഴയ കമ്പനി തന്നെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്രാൻഡ് ഫാദർ ക്ലോസ് പ്രകാരമാണ്. 2011 നിയമപ്രകാരം 25 മീറ്ററിന് ചുറ്റളവിൽ വീടുകളുണ്ടെങ്കിൽ ഇത്തരം കമ്പനികൾ അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. ആ സ്ഥാപനത്തിൻ്റെ ഒരു 25 മീറ്റർ ചുറ്റുള്ള ഒരു 8ഓളം വീടുകളുണ്ട്. അപ്പം അതുകൊണ്ട് 2011 കഴിഞ്ഞാൽ അതിന് മുമ്പ് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ള രീതിയിലാണ് ഇത് ലൈസൻസ് ചെയ്ത് റിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 2024 ആയപ്പോഴത്തേക്ക് ഈ ഓണർ ലൈസൻസ് സറണ്ടർ ചെയ്യും. അത് പ്രകാരം പഞ്ചായത്ത് തന്നെ ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് DMO വന്ന് ഇൻസ്പെക്ഷൻ വന്നപ്പോഴത്തേക്ക് ഈ പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് തൊട്ടടുത്ത് അത് പ്രവർത്തിക്കുന്നതുകൊണ്ടും അവർ ഒബ്ജക്ഷൻ പറഞ്ഞു. അപ്പം ഈ ഓണർ പറഞ്ഞു ഞാൻ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിർത്തി ലൈസൻസ് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞ് വീണ്ടും DMO വന്നപ്പോഴത്തേക്ക് റദ്ദ് ചെയ്തതിൻ്റെ ഇതും കാണിച്ചു. അത് പ്രകാരമാണ് റെസ്റ്റോറൻറ്റിന് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പഴയ സ്ഥാപനത്തിൻ്റെ കൺസെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുതിയ സ്ഥാപനം തുടങ്ങി. അപ്പം എന്ന് ലൈസൻസ് റദ്ദ് ചെയ്തു അന്ന് മുതൽ പഴയ സ്ഥാപനത്തിന് ഗ്രാൻഡ് ഫാദർ ക്ലോസ് അവിടെ കഴിഞ്ഞു. അപ്പം പുതിയതായിട്ട് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി 2011 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പുതിയ നിയമപ്രകാരം തുടങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാം. അപ്പോൾ പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി പറയണതെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് കോടതി പോയി സ്റ്റേ മേടിക്കുക. അപ്പോൾ നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉള്ളതുകൊണ്ട് പിന്നെ ജഡ്ജി പറഞ്ഞു അവരുടെ ഭാഗം കൂടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ആ സ്ഥാപനം പൂട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം കേസ് അങ്ങനെ കടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാർച്ച് മുതൽ വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ അഡ്വാൻസ് പെറ്റീഷൻ ഇട്ടു, അർജന്റ് ഹിയറിംഗ് വിളിച്ചു. അപ്പോൾ അന്ന് ജഡ്ജി പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഈ പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ റെസ്പോണ്ടൻ്റായിട്ടുള്ള നയന കേസിൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്തും അവർ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഹിയറിങ്ങിൻ്റെ സമയത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മാത്രമേ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തോളൂ. പഞ്ചായത്ത് ഇതുവരെയ്ക്കും ഒബ്ജക്ഷൻ ഫയൽ ചെയ്തില്ല. അതുപോലെ തന്നെ റെസ്പോണ്ടൻ്റ് അഡ്വക്കേറ്റും ഇല്ല. അപ്പോൾ കഴിഞ്ഞ സിറ്റിങ്ങിന് റെസ്പോണ്ടൻ്റ് അഡ്വക്കേറ്റ് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് 1 മാസം സമയം കൂടെ വേണമെന്ന്. ഇങ്ങനെ ഇത് നിൽക്കുന്ന സമയത്താണ് ഈ തിങ്കളാഴ്ച മുതൽ വീണ്ടും അത് തുറന്ന് പ്രവർത്തിച്ചു. അപ്പം നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അത് കോടതി വിധി വരുന്നത് വരെ അത് പ്രവർത്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേ മേടിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നിങ്ങളെ ഭാഗം കേൾക്കാൻ വേണ്ടിയല്ലേ കേസ് മാറ്റി വെച്ചു, അപ്പം വിധി വരുന്നത് വരെ നിങ്ങൾ അടച്ചിടാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ സ്റ്റേ ഓർഡർ മേടിക്കാത്തത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ അറിയാം ഇല്ലീഗലാണ്, കാരണം പഴയ സ്ഥാപനത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ലൈസൻസ് കൊടുത്തതെന്ന്. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. ഞാനിവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ഈ പറയുന്നത് പോലെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഫിസ്റ്റുല ഇട്ടിട്ടുണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറഞ്ഞാണ്. ഇപ്പം കുറച്ച് ക്രിയാറ്റിൻ കുറഞ്ഞതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബാക്കി പ്രൊസീജിയറിലേക്ക് പോയിട്ട്. ആ കട്ട കമ്പനിയുടെ അടുത്താണ് വീട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പൊടിശല്യം അങ്ങനെ? പൊടിശല്യമുണ്ട്, സൗണ്ട് പൊല്യൂഷനുണ്ട്, എയർ പൊല്യൂഷനുണ്ട്. കാരണം വെച്ചാൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹ്യമായ സൗണ്ടാണ്. കാരണം പ്രവർത്തിക്കുന്ന കട്ട അടിക്കുമ്പോഴത്തേക്കുള്ള സൗണ്ട് ഭയങ്കരമാണ്. അതുപോലെ തന്നെ ലോഡ് ചെയ്യുന്ന സമയത്ത് കട്ടയെടുത്ത് ലോഡ് ചെയ്യുന്ന സമയത്തും ഭയങ്കര സൗണ്ടാണ്. സൗണ്ടിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. അതുപോലെ തന്നെ ആ ഏരിയയിൽ ഈ പറഞ്ഞ സിമെൻറ്റ് പൊടിയും പാറപ്പൊടിയും ഉപയോഗിച്ചിട്ടാണ് ഈ കട്ട നിർമ്മാണമുണ്ട്.
ആ പൊടി അവിടെ കാറ്റത്ത് പാറി പറന്ന് നടക്കുകയാണ്. അതുകൊണ്ട് സൗണ്ട് പൊല്യൂഷനും ഉണ്ട്, അതുപോലെ എയർ പൊല്യൂഷനും ഉണ്ട്. കമ്പനി നടത്തുന്നത് കമ്പനി നടത്തുന്ന NN ബ്രിക്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. അത് നൈനാൻ വർഗീസ് എന്ന് പറയുന്ന ആളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ ആ സ്ഥാപനം, പഴയ ഒരു സ്ഥാപനം ഗ്രാൻഡ് ഫാദർ ക്ലോസ് ഉപയോഗിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥാപനത്തിന് ലൈസൻസ് എന്ന് റദ്ദ് ചെയ്തു. അതോടെ ആ സ്ഥാപനത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ക്ലോസ് കഴിഞ്ഞു. പിന്നെ പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങണമെങ്കിൽ പുതിയ സ്ഥാപനത്തിനുള്ള എല്ലാ ലൈസൻസും നിയമങ്ങളും പാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം 25 മീറ്റർ ചുറ്റുള്ള ഒരു 8ഓളം വീടുകളും ഉണ്ട് അവിടെ. ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ഈ ബാക്കിയുള്ള വീട്ടുകാരും ഈ പരാതി അല്ല, പാർട്ടികളെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടും മുകളിലും താഴെയുള്ള ആൾക്കാരെല്ലാം വാടകക്കാരാണ്. അവർ വിറ്റ് പോയിട്ട് വാടകക്കാരാണ്. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇല്ലീഗലായിട്ട് പണിഞ്ഞ ഒരു 2 നില കെട്ടിടമുണ്ട്, 3 നില കെട്ടിടമുണ്ട്. അവിടെയും 2 വാടകക്കാരുണ്ട്. അതിൻ്റെ ഏറ്റവും താഴത്തെ ഇതിൽ ഇല്ലീഗലായിട്ട് ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങൾ ടോട്ടലി ഇല്ലീഗലാണെന്ന് ഇവർക്കെല്ലാം അറിയാം, പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാം. പഞ്ചായത്ത് സെക്രട്ടറി നിയമം പാലിക്കണം. പഞ്ചായത്ത് സെക്രട്ടറി നമ്മൾ പറയും നമ്മൾ സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ട് വരാമെന്ന്. ഓക്കെ, ഇതാണ് പ്രതികരണം. ഉമ്മ, അവിടെ പൊടിയും സൗണ്ടും വണ്ടി വരുമ്പം ഭയങ്കര, എൻ്റെ വീട്ടിന് ഭയങ്കര കുടുക്കവും. അതുകൊണ്ട് എൻ്റെ വീട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അവിടെ ജീവിക്കുന്ന കാര്യം. അതിനൊരു അറിവ് ഉണ്ടാവണം. 2 ദിവസം പഞ്ചായത്തിൽ പോയി സമരം ഇരുന്നു, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. അത് കഴിഞ്ഞ് അവിടെ ഒരു ഇതും ഉണ്ടായില്ല. അപ്പം പറഞ്ഞ് നിങ്ങൾ സ്റ്റേ ഓർഡർ മേടിക്കുന്നത് വരെ, അല്ലെങ്കിൽ കോർട്ടിൻ്റെ ഓർഡർ വരുന്നത് വരെ അത് പ്രവർത്തിക്കാൻ അനുവദിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ മന്ത്രിമാരെ മറ്റോ അറിയിച്ചു? അറിയിച്ചു. ഈ LSGDയിൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും വെച്ചു, മന്ത്രിക്കും അയച്ചു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ പോയി കണ്ടായിരുന്നു. അപ്പം ആ പരാതി അവിടെ പെൻഡിങ് ആണ്. നമുക്കവിടെ ജീവിക്കാൻ പറ്റില്ല. ഇത്രയും രോഗികളായ നമുക്ക് അവിടെ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും ഇവിടെ വന്ന് കിടക്കണമെന്ന് താല്പര്യമില്ലല്ലോ. അവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിൽക്കണേ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുക എന്ന് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളം തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് കേരളം തന്നെയല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം കൊല്ലം ജില്ലയിലുള്ള അലയമൺ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവരാണ്. അഞ്ചൽ പ്രദേശത്തുള്ള അലയമൺ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവരാണ് അസീമും ഉമ്മയും. അവിടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കട്ടക്കമ്പനിയാണ് ഇത്തരത്തിൽ അവരുടെ ജീവിതത്തെ തന്നെ നിലവിലിപ്പോൾ മാറ്റി മറിച്ചിരിക്കുന്നത്. പൊടിശല്യം, വീട് പൊട്ടിപ്പൊളിയുന്ന സാഹചര്യമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അടക്കം ഈ ഒരു കമ്പനിക്ക് ഒത്താശ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ വെച്ച് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഈ ഒരു വിഷയം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ കുടുംബത്തിൻ്റെ സാഹചര്യം എന്താകുമെന്ന് കണ്ടറിയേണ്ട സാഹചര്യമാണ്. കൊല്ലം ജില്ലയിൽ നിന്നും ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്കാണ് ഇത്തരത്തിൽ നിവർത്തികേട് കൊണ്ട് ഈ ഒരു കുടുംബം സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അധികാരികളോ നമ്മുടെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെയുള്ളവർ ഈ വാർത്ത കാണുകയാണ് എങ്കിൽ ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.